നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലാം ചോപ്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം മട്ടനെക്കാട്ടിലും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ് ലാമ്പിൻ്റേത്. അപ്പോൾ അതിന് ലാം ചോപ്സിൻ്റെ ഫ്രൈ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ലാമ്പാണിത്. ഏത് കട്ടാണ് ആവശ്യമെന്ന് പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വിനാഗിരിയും ഉപ്പും ഇട്ട വെള്ളത്തിൽ നമുക്കിതൊന്ന് കുറച്ച് നേരം വെള്ളത്തിനകത്തിട്ട് വെക്കാം. അപ്പോഴത്തേനും അതിനകത്ത് അഴുക്കെല്ലാം മാറിയിട്ട് നല്ല ക്ലീൻ ആയി കിട്ടും. അപ്പോൾ കുറച്ച് നേരം വിനാഗിരി ഉപ്പ് ഇട്ട വെള്ളത്തിനകത്ത് ഇത് കുറച്ച് നേരം ഇട്ട് വെക്കുക. അപ്പോഴത്തേനും നല്ല വൃത്തിയായിട്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് തയ്യാറാക്കി നോക്കാം. വലിപ്പം കൂടിയ ലാം ചോപ്സ് ആയിട്ടാണ് കട്ട് ചെയ്ത് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് വിനാഗിരി ഉപ്പ് ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇതുപോലെ വെക്കുക. നമ്മൾ 4 ലാം ചോപ്സിൻ്റെ പീസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള മസാല നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി അല്ലെങ്കിൽ പെപ്പരിക്ക പൗഡർ. ഞാനിവിടെ പെപ്പരിക്ക പൗഡറാണ്. ഒരു 3 ടീസ്പൂൺ പെപ്പരിക്ക പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. വെളുത്തുള്ളി ഇഞ്ചിയും നല്ലപോലെ പേസ്റ്റാക്കിയും എടുക്കാവുന്നതാണ്. പേസ്റ്റാക്കി എടുക്കുമ്പോൾ നല്ലതായിട്ട് ഇതിനകത്ത് നല്ലതായിട്ട് പിടിച്ചിരിക്കും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളത് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേറെ നമുക്ക് നാരങ്ങ നീര് ഒന്നൊഴിച്ച് മിക്സ് ചെയ്യാം. അപ്പം ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീര് ഇതിനകത്ത് ഒലിവ് ഓയിലും നാരങ്ങയുടെ നീരും മാത്രമേ ഞാനിവിടെ വെള്ളത്തിന് പകരമായിട്ട് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഈ നാരങ്ങയുടെ നീരൊക്കെ വേണ്ടാന്നുള്ള, ഓയിലും വേണ്ടാന്നുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഈ ലാം ചോപ്സ് നിരത്തി വെക്കാം. ഇപ്പം ഓരോന്നിനകത്തും മസാല അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ല. നമ്മൾ ഫ്രൈ ആകുമ്പം അത് കരിഞ്ഞ് ഇതിൻ്റെ പുറത്ത് പിടിക്കത്തില്ല. അപ്പോൾ അത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇവിടെ ഞാൻ ചതച്ചതാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഞാൻ മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മസാല ഈ ഒരു റെസിപ്പിക്ക് മസാല ഞാൻ ഉപയോഗിക്കുന്നില്ല, ഗരം മസാല. അപ്പോൾ വേണ്ടവർക്ക് വേണമെങ്കിൽ ഇത്തിരി മസാലയും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറൊരു ഫ്ലേവറായിരിക്കും കിട്ടുന്നത്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടും ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ആഡ് ചെയ്യാതെ, ഗരം മസാല ആഡ് ചെയ്യാതെ, അത് ഈ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ എടുക്കുന്ന ലാമ്പിന് വേറൊരു ടേസ്റ്റാണ് ഉള്ളത്. അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് ഇതുപോലെ ഈ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം മസാലയെല്ലാം മീറ്റിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. മസാലയൊക്കെ മീറ്റിൽ പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് നേരം ഇത് കവർ ചെയ്ത് മാറ്റി വെക്കാം. ഒരു 10-20 മിനിറ്റൊക്കെ മതി. അപ്പോഴത്തേനും നമുക്ക് നല്ലപോലെ മീറ്റിലൊക്കെ പിടിച്ചിരിക്കും. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലാം ചോപ്സ് ഇതിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മട്ടനെക്കാട്ടിൽ പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടുന്ന ഒന്നാണ് ഈ ലാമ്പിൻ്റെ മീറ്റ്. അപ്പോൾ ഇങ്ങനെ വേവിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് തവയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയാലും നല്ലപോലെ വെന്ത് കിട്ടും. എന്നാലും ഞാൻ ഒന്ന് പെട്ടെന്ന് ഒന്ന് ഫ്രൈ ആകാനും ഒക്കെ ആയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് ഒരു 3-4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്കിത് നന്നായി അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 4 വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം പ്രഷറൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ എന്നിട്ട് തന്നെ അതിനകത്ത് അടിയിൽ നല്ല നെയ്യും അതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ പുരട്ടി കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ് ഇതിന്, ആ നെയ്യുമൊക്കെ. ഇത് നമുക്ക് അവിടെ തന്നെ ഇരിക്കട്ടെ. ലാം ചോപ്സ് എടുത്തിട്ട് നമുക്ക് തവയിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ദോശക്കല്ലിലോ അപ്പോൾ ഒരു അയൺ തവയിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അയൺ തവയിൽ കുറച്ച് ഓയിലൊന്ന് തടകിയതിന് ശേഷം അതിനകത്ത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിതുപോലെ തന്നെ ഓവനകത്ത് വെച്ചും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്രില്ല് ചെയ്യേണ്ട ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ ഗ്രിൽ മോഡിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 10-20 മിനിറ്റ് ഓവനകത്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തിരി ഓയിൽ നമ്മൾ മാത്രം തടവി കൊടുത്താൽ മതി, ഒന്ന് ഫ്രൈ ആകാതിരിക്കാൻ വേണ്ടി. ഇവിടെ കുക്കായ മീറ്റ് ആയതുകൊണ്ട് എളുപ്പം തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അധികം ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല. കുറച്ച് ഒലിവ് ഓയിൽ ഞാനത് ആ ഒരു കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഇത്തിരി ഓയിൽ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ, ഒരു 3-4 ഡ്രോപ്സ്. അപ്പോൾ ഒരു പുകയൊന്നും വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇരുവശം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അടിപൊളി ഫ്രൈ ആണിത്, ലാം ചോപ്സ് ഫ്രൈ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാം, അതുപോലെ നോർമൽ റൈസിൻ്റെ കൂടെയും കഴിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.